ഹായ്. ഇന്നത്തെ യൂത്ത്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മാസ്സായിട്ടുള്ള വെല്ലുവിളിയാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. തേപ്പെന്നൊക്കെ നമുക്കൊരു ലോക്കൽ മലയാളത്തിൽ പറയാം. പ്രണയ നൈരാശ്യം, ലവ് ഫെയിലിയർ. ഒരു 3-4 മാസം മുമ്പ് എൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു യുവതി വിളിക്കുന്നു. യുവതി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ടീനേജിൽ പെട്ട ഒരു കൊച്ചാണ്. ഒരു 16-17 വയസ്സ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ +2 പഠിക്കുന്നു. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനെ അത്യാവശ്യമായിട്ട് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞു. പിന്നെ ക്ലിനിക്കിലേക്ക് പോരാൻ പറഞ്ഞു. 18 വയസ്സിന് താഴെയായിട്ട് തന്നെ ഈ കൊച്ച് അമ്മയും കുട്ടിയാണ് വന്നത്. അമ്മയോട് പറഞ്ഞത് പ്രണയ നൈരാശ്യമൊന്നും പറഞ്ഞില്ല, എനിക്കൊരു കൗൺസിലറോട് സംസാരിക്കണം, സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കണം, മനസ്സ് തുറക്കണം, എനിക്ക് പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബോർഡ് എക്സാം എടുത്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വർഷം 12th ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ അങ്ങോട്ട് കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ശരിയാണ്, വീട്ടിൽ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് 10th 97%. എനിക്കൊന്ന് CBSE സ്കൂളിൽ ഫുൾ A1 കിട്ടിയ കൊച്ചാണ്. 12th വന്നില്ല, 11th വലിയ കുഴപ്പമില്ലാതെ പോയി. 12th വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും ഇച്ചിരി പ്രശ്നമൊക്കെ. അപ്പോൾ വീട്ടിലും പാരൻസിനോട് അത്രയും സംസാരിക്കുന്നില്ല. അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, അപ്പയോട് അതിനേക്കാളും അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പതുക്കെ വലിഞ്ഞു പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒട്ടും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് കരയുക, രാത്രി ഉറങ്ങാൻ താമസിക്കുക, രാവിലെ എഴുന്നേക്കാൻ താമസിക്കുക. വളരെ ടൈം ടേബിളായിട്ട് പൊക്കോണ്ടിരുന്ന ഈ കുട്ടിയുടെ താളം തെറ്റിയ അവസ്ഥയാണ്. അപ്പോൾ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായി. ഇനിയിപ്പോൾ എന്തായിരിക്കും, പ്രണയത്തെപ്പറ്റി ചിന്തിക്കാനൊന്നും അമ്മയ്ക്ക് പറ്റുന്നില്ല, മകളങ്ങനെ പോയിട്ടുണ്ടെന്ന് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് സമയം ഈ കുട്ടിയോട് സംസാരിച്ചു, എന്താ അമ്മയുടെ പ്രയാസം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറേ നേരം ഈ കുട്ടിയോട് സംസാരിച്ച് വന്നൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് ഈ കൊച്ചു കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് സംസാരിച്ചപ്പം അമ്മയ്ക്ക് മകൾക്ക് പ്രണയം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം അത്ര നല്ല കുട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചു വളരെ സിൻസിയറായിട്ടൊരു പ്രണയത്തിൽ പെട്ടു. അവൻ നല്ല ഒന്നാമതൊരു ഫ്രോഡായിരുന്നു. അവന് പ്രണയമൊന്നും അല്ലായിരുന്നു, ടൈം പാസ്. മനസ്സിലായില്ല, ഇന്നത്തെ യൂത്ത്സിൻ്റെ ടീൻസിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ടൈം പാസിനൊരു കുട്ടി ഉണ്ടാവുക, ടൈം പാസിനൊരു പ്രണയം ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്കൂൾ ക്യാമ്പസുകളിലൊക്കെ നോക്കിയാൽ ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഓരോ ജോഡികൾ വെച്ച് കാണാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു വാഗമണിലേക്ക് ഒരു യാത്ര നടത്തിയാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാറൊക്കെ പാർക്ക് ചെയ്യുക, അവരുടെ പരിപാടികളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നല്ലതായിരിക്കും. ചിലപ്പോൾ ചില പേരൻസിൻ്റെ ചങ്കൊക്കെ തകർന്നു പോകും അവരിത് കാണുമ്പോൾ. കാരണം അത്രമാത്രം വേറൊരു ലെവലിലേക്കാണ് ഇന്നത്തെ കാലം പോകുന്നത്. അപ്പോൾ ഈ കുട്ടി എന്നോട് പല കാര്യങ്ങളും ഷെയർ ചെയ്തു. ഓർക്കണം, 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. ഈ കുട്ടിയെപ്പറ്റി ചിന്തിക്കുമ്പം കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പം ചോദിച്ചു, പേരൻസിനെ പറ്റി ചിന്തിക്കാറുണ്ടോ, പേരൻസിനെ പറ്റി ആലോചിക്കാറുണ്ടോ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കുറേ നാൾ ഇവനെൻ്റെ പുറകെ നടന്നു. +1 ഫുള്ള് ഇവനെൻ്റെ പുറകെയായിരുന്നു. +1 തുടക്കത്തിൽ തുടങ്ങിയതാണ്. ശരിക്കും ഞാൻ അവൻ്റെ ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അവൻ്റെ ഒരു പ്രണയാഭ്യർത്ഥന അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു +1 ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴാണ്. +1 എനിക്കൊരു ഈ വർഷം ജനുവരി ഒക്കെ ആയപ്പോഴാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുഴപ്പമില്ല, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആദ്യത്തെ പ്രപ്പോസ് ചെയ്ത ദിവസം പ്രപ്പോസ് ചെയ്യുന്നു, 3 ദിവസം കഴിഞ്ഞ് കൊച്ചു തിരിച്ച് ഓക്കെ പറയുന്നു. 5ാമത്തെ ദിവസം ഇവൻ പറയുന്നു വീഡിയോ കോളിൽ വരാമോ. ഇപ്പോൾ കൊച്ച് ഒരു അൺകംഫർട്ട്നെസ് കാണിച്ചു. ഓക്കെ, പിന്നെ വീഡിയോ കോളിൽ വന്നു. വീഡിയോ കോൾ അങ്ങനെ മാറി പിന്നെ നഗ്നത പ്രദർശനങ്ങളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോയി. അതൊരു വൾഗാരിറ്റിയിലേക്ക് പോയി. ഇവർ രണ്ടുപേരും വളരെ അറ്റാച്ച്ഡ് ആണെന്ന് പോലെ ഇവൻ കാണിക്കുന്നു. ഈ കൊച്ചിൻ്റെ പ്രത്യേകത, ഇവർ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിപ്പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പം പറഞ്ഞോടി നമുക്കൊരു ട്രിപ്പ് പോകാം എന്ന് പറഞ്ഞു. ഇവൻ ഒരു 19 വയസ്സ് 20 വയസ്സ് പ്രായമുള്ളവരായതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ്റെ പ്രത്യേകത, ഇവർ കോളേജ് വിദ്യാർത്ഥിയാണ്. ഈ കൊച്ചു പഠിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളിലായതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. ഇവർ പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു കല്യാണത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അങ്ങനെ ഇവർ ഒരു കസിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ അത് ഇൻസ്റ്റാഗ്രാം വഴി റിക്വസ്റ്റ് ഒക്കെ വിട്ട് അങ്ങനെയാണ് പരിചയപ്പെട്ട് വളരെ ക്ലോസ് ആയി. ഇങ്ങനെ പ്രപ്പോസലൊക്കെ നടത്തി. ഈ പയ്യൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇവൻ നോക്കിയപ്പം ഞാൻ ഇവനോട്ട് സംസാരിച്ചു, കോളിൽ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് സംസാരിച്ചാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവനൊരു താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പിന് താല്പര്യമൊന്നുമില്ല, ഒരു ടൈം പാസിന് മതിയെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിട്ട് ഞാൻ ബാക്കി ഈ കൊച്ചിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു, എന്താണ്. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ് ഞാൻ എൻ്റെ സമയം കളയുന്നില്ല.
എന്താണ് സംഭവിച്ചത്? എൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ കുട്ടി വിളിച്ചിട്ട് എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ. ഇവർ ട്രിപ്പൊക്കെ പോയി, ബൈക്ക് യാത്രകളൊക്കെ പോയി, പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഒരു ദിവസം ഇവിടെ ചോദിച്ചു എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, നമുക്ക് സംസാരിച്ച് സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ തീരെ താല്പര്യം പ്രകടിപ്പിച്ചില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് സംസാരിക്കണം ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് ഇവിടെ ഒരു മെസ്സേജ്, ഒരു 3-4 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് ഈ കൊച്ചിന് അയക്കുകയാണ്. എനിക്ക് താല്പര്യമൊന്നുമില്ല, നീ ശരിയാവത്തില്ല, എനിക്കൊരു ഫീലും ഇല്ല നിന്നോട് സംസാരിക്കാൻ എനിക്കൊരു ഫീൽ കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഈ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല. കുട്ടി ചെയ്ത് എന്നാണെന്നറിയാമോ, ചെറിയ ഈ കൈ കൊണ്ട് എടുത്തു, ഒരു കത്തി എടുത്തു, ഞരമ്പ് മുറിച്ചു. ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനത് പിന്നെ ചെക്ക് ചെയ്തു. ഞരമ്പ് മുറിച്ചായിരുന്നു ശരിക്കും. ഞരമ്പ് മുറിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു, ഈ മുറിക്കുമ്പോൾ നല്ല വേദന എടുക്കത്തില്ലേ? മുറിക്കുന്ന വേദനയില്ല, നല്ല ആ മുറിക്കുന്ന വേദന കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതാണ് വളരെ പ്ലഷറാന്ന് പറഞ്ഞത്. ഭയങ്കരമായിട്ട് കിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ബ്ലേഡ് നമ്മുടെ കയ്യിൽ കൊണ്ടാലോ അല്ലെങ്കിൽ മുട്ടസൂചി കൈ കൊണ്ടാലോ നമുക്ക് സഹിക്കത്തില്ല, അപ്പോൾ ഭയങ്കരമായിട്ട് ആലോചിക്കും അല്ലേ. പക്ഷേ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം വിഷമം താങ്ങാണ്ട് പ്രണയ നൈരാശ്യം കൃത്യമായിട്ട്, ലവ് ഫെയിലിയർ കൃത്യമായിട്ട് സംഭവിച്ചു. കൊച്ചിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പറ്റുന്നില്ല, അറിയത്തില്ല, വളരെ ബുദ്ധിമുട്ട് തോന്നി. അവസാനം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 2-3 മണിക്കൂർ ഈ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ സെഷൻ വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് കുട്ടിയോട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഞാൻ ചില ടാസ്കുകൾ പറയാം, ഇങ്ങനെയാണ് പേരൻസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക, ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. അപ്പം ഞാൻ അമ്മയ്ക്കൊരു ഹിൻഡ് കൊടുത്തു, ഈ സംഭവം അമ്മ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത്, അത് നല്ലൊരു അമ്മയാണ്. ആ അമ്മയും അപ്പനെ വിളിച്ചു, അപ്പനും ഭയങ്കരമായിട്ട് കെയർ കൊടുത്തു. അവൻ തന്ന കെയറിനെക്കാട്ടിലും ഡബിൾ മടങ്ങി അപ്പനും അമ്മയും കെയർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ ഉള്ളിൽ കുറ്റബോധമാണ് എന്താണെന്ന് അറിയത്തില്ല. അമ്മയോട് എല്ലാ കാര്യങ്ങളും, എന്നോട് പറയാത്ത ചില കാര്യങ്ങൾ പോലും അമ്മയോട് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരോടും ഷെയർ ചെയ്യാതിരുന്ന് ഇവള് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തു, ഈ ജീവിച്ചിട്ട് തന്നെ എന്നെ കൊണ്ട് ഇതിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, ആ ഒരു ചിന്ത ഇവർക്ക് വന്നു. കാരണം ഒരു ഫ്രോഡ് പയ്യൻ ഇവനെ പ്രപ്പോസ് ചെയ്തിട്ട് ഇവളെ സ്നേഹിക്കാൻ പോയിട്ട് അവസാനം അവൻ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്കത് വലിയ ഫീലായി. ഞാൻ ഏറ്റവും നല്ലതല്ലേ അവൻ ലൈഫിൽ നിന്ന് പോയത്, അല്ലെ അവൻ വേറെ എന്തെങ്കിലും പണി കാണിച്ചിരുന്നെങ്കിലോ, അതിനുമുമ്പ് നീ രക്ഷപ്പെട്ടില്ല, അവൻ ഭാഗ്യം ചെയ്തവളാണ്. അങ്ങനെ കുറെ പോസിറ്റീവ്സ് പറഞ്ഞുള്ള ഞാൻ ബലപ്പെടുത്തി. അങ്ങനെ ഒരു 5-6 സെഷൻ കഴിഞ്ഞപ്പോൾ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. കൃത്യമായിട്ട് പറഞ്ഞ് 10 സെഷൻസ് ഇരുന്നു. 10 സെഷൻസ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഇപ്പോൾ ആൾ നല്ല കൂളായിട്ട് ഇങ്ങനെ പോകുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പം ഞാനിത്ര പറയാൻ കാരണം, ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത്, എസ്പെഷ്യലി പെൺപിള്ളേർ ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ് ഈ പ്രണയ നൈരാശ്യം. ഇപ്പോഴത്തെ ചില പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി നടക്കുക. അവർക്ക് നൈരാശ്യം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഒരു 4 മാസം ഒരിടത്ത്, 6 മാസം വേറെടുത്ത്, 3 മാസം ഇവിടെ, അങ്ങനെ ചാടി നടക്കും. ചില ആൺപിള്ളേരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ചിലർക്ക് അഡിക്റ്റ് ആയിപ്പോകും. അത് വളരെ അപകടങ്ങളിലേക്കാണ്. സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡൽ അറ്റംപ്റ്റ്സ്, കൈ മുറിക്കുക, തുടയുടെ അവിടെ മുറിക്കുക, ഇങ്ങനെയുള്ള കുറേ പരിപാടികളാണ് അവർ ചെയ്തു വെക്കുന്നത്. പിന്നെ വേണ്ട ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് ട്രെയിനിൽ പോയി തല വെക്കുക, സൂയിസൈഡ് ചെയ്യാൻ പല രീതിയിൽ നോക്കുക, ഒരു സാരിത്തുമ്പി തൂങ്ങാൻ നോക്കുക, ഒരു കയറിൽ തൂങ്ങാൻ നോക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നത്? അങ്ങനെയൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല, ലൈഫിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈ 24, നമ്മുടെ ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ഓൾറെഡി വളർച്ച പൂർത്തീകരിക്കും. പക്ഷെ നമുക്ക് മെച്യൂരിറ്റി വരുന്ന എങ്ങനെയെന്ന് പറയുന്നത്, നമ്മുടെ കൊഗ്നിറ്റീവ് ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു 24-25 ആവും ഈ കൊഗ്നിറ്റീവ് ബ്രെയിനിൻ്റെ വളർച്ച ഒന്ന് പൂർത്തിയാവുന്നത്. ഒരു 19 കഴിയും ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് മെച്യൂർ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ 24 വയസ്സിന് മുമ്പ് പ്രേമിക്കാനും ലൈഫ് സെറ്റാക്കാനൊന്നും പോവല്ലേ എന്ന് പറയുന്നത്. റോങ് ഡിസിഷൻ ആയിരിക്കും, റോങ് ഡിസിഷൻ. പിന്നെ തേപ്പ് കിട്ടിയിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനുഭവിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 24-25 കഴിഞ്ഞിട്ട് പ്രണയത്തെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണെങ്കിൽ വീട്ടുകാരുടെ സമ്മതവും വീട്ടുകാരുടെ ആലോചനയൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ബ്ലെസ്സിങ് ഒക്കെ ആക്കിയിട്ട് അത് ഒരു വേറെ ലെവലിലേക്ക് പോകും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുടുംബജീവിതമൊക്കെ നയിക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു 16 കഴിയുമ്പോൾ ഡിസിഷൻ എടുക്കും. ഇപ്പോഴത്തെ +1 കഴിഞ്ഞ് ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ +1 പിള്ളേർ ജോഡികളെ തപ്പി നടക്കുകയാണ്. ജോഡികളെ തപ്പി എൻ്റെ പ്രണയ ജോഡി ആരാണ്, എൻ്റെ ഭാര്യയിൽ എവിടെയാണ്, ഇതൊക്കെ തപ്പി അങ്ങ് നടക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ +2 കഴിയുമ്പോൾ കട്ടപ്രേമം. +2 ലാസ്റ്റ് ആകുമ്പോൾ രണ്ട് സൈഡിലേക്ക് പോകും. ഒരാൾ ബാംഗ്ലൂരിനും മറ്റേ ആൾ ഡൽഹിക്കും, ഒരാൾ കാനഡയ്ക്കും മറ്റേ ആൾ UK-ക്കും. അവിടെ ചെന്ന് വേറെ ആൾ കാണുമ്പോൾ അവിടെ സെറ്റാകുന്നു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. പിന്നെ ഈ കുന്ന് കാണുമ്പോൾ പറയും ഈ നല്ല കുന്നാണെന്ന്, അപ്പുറത്ത് പറയും ഈ കുന്ന് കൊള്ളില്ല, ആ കുന്നാണ് നല്ലത്. അപ്പം ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഓടുക, ഒരിടത്ത് കാലുറച്ച് നിൽക്കാൻ പറ്റില്ല. അതൊരു 25 കഴിഞ്ഞാലേ ഈ നമുക്ക് പാർട്ണറെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വെറുതെ ടൈം പാസിനൊന്നും പോയി പോരുത്. ഒരു പണി കിട്ടിയാണ്ടല്ലോ കംപ്ലീറ്റ് പണിയാണ്, ലൈഫ് കോഞ്ഞാട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് വെറുതെ അതിനുവേണ്ടി നിൽക്കരുത്, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പോൾ പ്രണയനൈരാശ്യമായിട്ട് ഇനി ആരും പല സ്ഥലങ്ങളിലേക്കൊന്നും ജീവിതം അവസാനിപ്പിക്കാൻ പോകരുത്. ഇനി അങ്ങനെ നൈരാശ്യത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സോഴ്സ് ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ, ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ക്ലിനിക്കുണ്ട്. ധൈര്യമായിട്ട് പോരുക, സംസാരിക്കുക, സോർട്ട് ഔട്ട് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. ജീവിതം കൂടുതൽ സക്സസ്ഫുൾ ആവും. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു.